അങ്ങനെ നമ്മുടെ സ്റ്റാൻലി അലീനോട് പറയുന്നുണ്ട്, ഇവിടെ നിനക്ക് ഒരു പണിയില്ല, നിനക്ക് വേണമെങ്കിൽ ടി വി കാണാം, ബുക്ക് വായിക്കാം, അല്ലെങ്കിൽ മ്യൂസിക് കേൾക്കാം, അല്ലെങ്കിൽ എൻ്റെ പട്ടികളുണ്ട് അവരുടെ ഒപ്പം കളിക്കാം, അവർ വളരെ നന്ദിയുള്ളവരാണെന്നൊക്കെ പറയുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ അലീനയ്ക്ക് വലിയ സന്തോഷമൊന്നും ആവണില്ല. അവൾക്ക് എന്തായാലും ബാലചന്ദ്രൻ്റെ ഒപ്പം പോകണം തന്നെയാണ് മനസ്സിൽ വിചാരം. എന്തായാലും നമ്മുടെ ബാലചന്ദ്രൻ സ്റ്റാൻലിയോട് പറയുന്നുണ്ട്, ഞാൻ എന്തായാലും എൻ്റെ ഊന്നുവെടിയാണ് നിങ്ങളെ ഏൽപ്പിക്കുന്നത്, ഇനി ഞാൻ എവിടെ വിടുന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ എനിക്ക് പോയല്ലേ പറ്റൂ, ഞാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് സ്റ്റാൻലിയോട് യാത്ര പറഞ്ഞ് പുറത്തേക്ക് വരുന്നുണ്ട്. എന്തായാലും അലീനോട് പറയുന്നുണ്ട്, പോട്ടെ മോളെ, ഞാൻ ഇതുവരെ ചെയ്തതിനൊക്കെ എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്, ഒരിക്കലും ഞാൻ ഈ നന്ദി മറക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മൾ അലീന പറഞ്ഞു, എന്താ വെച്ചാൽ പറയണത് എന്ന് പറയുന്നുണ്ട്. എന്തായാലും നമ്മൾ ബാലചന്ദ്രൻ ഒന്നും കൂടി പറയുന്നുണ്ട്, താങ്ക്സ് ഫോർ എവറിത്തിങ് എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് അലീന പറയുന്നുണ്ട്, അച്ഛൻ എന്നെ ഇവിടുന്ന് വിട്ടിട്ട് പോണ സമയത്ത് എനിക്ക് എന്തോ എന്നെ അച്ഛൻ കാട്ടിൽ കൊണ്ടേ ആക്കിയ പോലുള്ള അവസ്ഥയാണ്, അച്ഛനെ എന്നെ വിട്ടിട്ട് പോകണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് അലീന പറയുന്നുണ്ട്, നിനക്കല്ലായിരുന്നു അവിടുന്ന് പോരണമെന്ന്, ഇനിയിപ്പോൾ എന്താ ചെയ്യുക, ഇനി ഇവിടെ നിന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അലീന അവിടെ ആക്കിയിട്ട് നമ്മുടെ ബാലചന്ദ്രൻ വല്ലാതെ വിഷമത്തോട് കൂടിയിട്ട് യാത്ര പറഞ്ഞിട്ട് പോകുന്നുണ്ട്. പിന്നെ കാണിക്കണത് നമ്മുടെ ആൻ്റപ്പൻ അലീനയ്ക്ക് റൂമൊക്കെ കാണിച്ച് കൊടുക്കാൻ കൊണ്ടുപോകുന്നുണ്ട്. മേലെ റൂമൊക്കെ കാണുമ്പോൾ അവൾക്ക് വല്ലാതെ എന്തൊക്കെയോ ഒരു വിഷമമൊക്കെ തോന്നുന്നുണ്ട്. എന്തായാലും റൂമൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ സ്റ്റാൻലി റൂമിലേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, നിൻ്റെ അടുത്ത് ഡ്രസ്സൊന്നും ഇല്ലെങ്കിൽ നമുക്ക് പോയി ഡ്രസ്സൊക്കെ പുറത്ത് പോയി വാങ്ങിയിട്ട് വരാമെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ അലീന പറയുന്നുണ്ട്, എനിക്കൊരു കാലത്ത് കീറിയ തുണികൾ ഇട്ട് നടക്കേണ്ട അവസ്ഥ ഉണ്ടായിരുന്നു, ഇടാൻ മറുതുണി ഉണ്ടായിരുന്നില്ല, ആ തുണി എന്നെ കീറിയിട്ടിടേണ്ട ഉള്ള അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു, അന്നത്തെ ഒന്നും ഇല്ലാത്ത തുണി എനിക്കിപ്പോൾ എന്തിനാന്നൊക്കെ പറയുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ സ്റ്റാൻലിക്കാണെങ്കിൽ ആകെ വിഷമാവുന്നുണ്ട്, എന്തൊക്കെയോ ഒരു വല്ലാത്ത വിഷമാവന്. ഇത് കാണിച്ചും കൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കേണ്ടത്. ഇതുപോലെ പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.